ഒരു സെറ്റ് ഹാൻഡിൽ വെച്ചിട്ട് 2 ഡോറ് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാം. 450 രൂപയുടെ ചിലവേ ഉള്ളൂ. നമുക്കിത് ഫിറ്റ് ചെയ്ത് നമുക്ക് നോക്കാം അതെങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഈ വീഡിയോയിലൂടെ ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നമ്മളെ വീടുകളിൽ നമ്മളെ ബെഡ്റൂമിൻ്റെയൊക്കെ ലോക്കിൻ്റെ അത് ഹാൻഡിൽ കംപ്ലൈൻ്റായി പോകുന്നത് ഒരു പതിവാണ്. അപ്പോൾ അതിന് വളരെ നമ്മൾ ബുദ്ധിമുട്ടാണ്. അത് പിന്നെ ഒരു മരപ്പണിക്കാരനെ വിളിക്കണം, അതിന് തക്കവണ്ണമുള്ള ഒരു ഹാൻഡിൽ വാങ്ങിക്കണം, എന്നിട്ട് സെറ്റ് ചെയ്യണം. അങ്ങനെയുള്ള ചില വിഷയങ്ങളൊക്കെ നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങളെ പരിഹരിക്കാൻ തക്കവണ്ണമുള്ളൊരു വീഡിയോയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ശ്രദ്ധയോടെ തന്നെ കാണുക. അപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തെളിഞ്ഞു വരുന്ന ബെൽ ബട്ടണിലും ഒന്ന് അമർത്തുക. അപ്പോൾ ഇനി ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഞങ്ങൾ മുൻപേ ഇട്ടിരിക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാം. ഓക്കെ, നമുക്കെന്നാൽ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഈ ലോക്കിൻ്റെ ഹാൻഡിലിൻ്റെ സ്പ്രിങ് പോലെ നമുക്കിത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് തന്നെ ഇത് ഒരു പണിക്കാരനെ വിളിക്കാതെ നിങ്ങൾക്ക് തന്നെ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. ഞാൻ ആദ്യമായിട്ട് ഇത് അഴിച്ചെടുക്കാൻ പോണേ. ഇതിപ്പോൾ ലോക്ക് കംപ്ലൈൻ്റ് ഇല്ല, ഇതൊക്കെ നല്ല പെർഫെക്റ്റാണ്. ഹാൻഡിലാണ് കംപ്ലൈൻ്റ് ആയിരിക്കുന്നത്. ഹാൻഡിലാണ് കംപ്ലൈൻറ്റ്, ഹാൻഡിലിൻ്റെ സ്പ്രിങ് പോയതാണ്. നമുക്കിപ്പോൾ ഈ 2 ഹാൻഡിൽ മാത്രം മാറ്റിയാൽ മതി. നമുക്ക് കടയിൽ നിന്നും ഇങ്ങനെ 2 ഹാൻഡിൽ മാത്രമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ ഒരു സെറ്റ് വാങ്ങിച്ച് ഒരു ലോക്ക് സെറ്റ് വാങ്ങിച്ച് മാറേണ്ടി വരും. അപ്പോൾ നമ്മൾ ഹാൻഡിൽ മാത്രമായിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഹോളും ഇതും തമ്മിൽ കറക്റ്റ് അളവായിട്ടുള്ള ഹാൻഡിൽ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരും. അതിന് നമ്മൾ ഹാൻഡിൽ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോഴേക്കും നമ്മൾ ഈ പഴയ ഹാൻഡിലും കൊണ്ട് വേണം കടയിൽ പോകാനായിട്ട്. എന്നിട്ട് വേണം നമ്മളത് വാങ്ങിക്കാനായിട്ട്. നിങ്ങൾ വെച്ച് നോക്കണം. കട്ട് ചെയ്തു. രണ്ട് വശത്തെ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു കംപ്ലൈൻറ്റും ഇല്ല. നമുക്കിങ്ങനെ കീട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓക്കെ. നമുക്ക് കംപ്ലൈൻറ്റ് ഹാൻഡിലാണ്. ഞാനപ്പോൾ അതുകൊണ്ട് ഇത് അതുപോലെ തന്നെ റീസെറ്റ് ചെയ്യണേ. ഇനി നമുക്ക് ഹാൻഡിൽ എങ്ങനെ സെറ്റ് ചെയ്യണം നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ഹാൻഡിൽ സെറ്റ്. നിങ്ങളിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും ഈ ഹാൻഡിലും തമ്മിൽ ഷേപ്പിൽ വ്യത്യാസമുണ്ട്, വലിപ്പത്തിൽ വ്യത്യാസമുണ്ട്, വീതിയിൽ വ്യത്യാസമുണ്ട്, നീളത്തിലും അല്പ വ്യത്യാസമുണ്ട്. പക്ഷെ എന്നാലും ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ കീ ഹോളും ഈ ഹാൻഡിൽ ലിവർ വരുന്ന ഹോളും തമ്മിൽ കറക്റ്റ് അളവാണ്. നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. മറ്റുള്ള വിഷയങ്ങളൊന്നും നമുക്ക് കുഴപ്പമില്ല. ഇത് രണ്ടും കറക്റ്റായിരിക്കണം എന്നുള്ളതാണ്. ഇതുപോലെ അങ്ങനെയാണെങ്കിൽ ഇത് കറക്റ്റാണെങ്കിൽ നമുക്കിത് മാറ്റി ഫിറ്റ് ചെയ്യാൻ കിട്ടും.
അപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഈ ഹാൻഡിലാണ്. ഇതെങ്ങനെ ഫിറ്റ് ചെയ്യണം നമുക്ക് ഇനി കാണാം. നമുക്ക് പോവാം. നിർത്തിക്കോ. ഇതിനായിട്ട് ഇനിയിപ്പോൾ സെപ്പറേറ്റ് ഒരു പണിക്കാരനെ വിളിച്ച് പൈസ കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തന്നെ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഈ ഹാൻഡിലിന് 450 രൂപയാണ് ആകെ ചിലവ് വരുന്നത്. ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവറും കുത്തിരുമ്പും ഉണ്ടെങ്കിൽ ഇതിപ്പോൾ ആർക്കും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ മിക്കവാറും വീടുകളിൽ ഇതുപോലെ കംപ്ലൈൻ്റ് ആയിട്ട് ലോക്ക് കംപ്ലൈൻ്റ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം. അനവധി ആൾക്കാർക്ക് ഇതൊരു ഉപകാരമായിരിക്കും ഈ വീഡിയോ. ഇതുപോലെ നിങ്ങൾ ഫിറ്റ് ചെയ്യുമ്പോഴേക്കും ഈ കീയൊക്കെ ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് അലൈൻമെൻ്റ് ആയിരുന്നു മനസ്സിലാക്കിയിട്ട് വേണം നമ്മളിതിൻ്റെ സ്ക്രൂ വെക്കാനായിട്ട്. ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ആർക്ക് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ മരപ്പണിക്കാർ ഉദ്ദേശിച്ചിട്ടുള്ള വീഡിയോ അല്ല, സാധാരണ ഒരു വീട്ടുടമസ്ഥനെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇതുപോലെ തന്നെ അപ്പുറത്ത് ഒരു ബെഡ്റൂമിൻ്റെ ലോക്കും ഇതുപോലെ കംപ്ലൈൻ്റ് ആയി കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 ഹാൻഡിൽ വെച്ച് തന്നെ നമുക്ക് ആ അപ്പുറത്തെ ലോക്കും കൂടി ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ തക്കവണ്ണം റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഉൾവശത്തെ ഈ ഹാൻഡിൽ അഴിച്ചെടുക്കുക. നമുക്കറിയാം നമ്മൾ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാൻഡിലിൻ്റെ സ്പ്രിങ് പോയതാണ് വിഷയം. അതുകൊണ്ടിട്ടാണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റാതെ വന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ അങ്ങോട്ട് അഴിച്ചെടുക്കുക. ഇത് നമ്മൾ ഇതിൻ്റെ തന്നെ അഴിച്ചെടുത്ത പഴയ ഹാൻഡിൽ, ഈ സ്പ്രിങ് പോയ ഈ ഹാൻഡിൽ ഇവിടെ കൊടുക്കാൻ വേണേ. പഴയ ഹാൻഡിൽ തന്നെയാണ് ഇവിടെ റീസെറ്റ് ചെയ്യണേ. കണ്ടോ, ഇപ്പോൾ നമ്മൾ ഇവിടെ സ്പ്രിങ് പോയ ഹാൻഡിലാണിത്. ഇതിപ്പോൾ നമുക്കിവിടെ യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഒറ്റ വിഷയമുള്ളൂ, നമ്മുടെ ഡോറിൽ ഉള്ളിലൊരു ഹാൻഡിൽ ഈ ഡിസൈനാണ്, ഇപ്പുറത്തെ ഹാൻഡിൽ നമ്മൾ പുതിയ വാങ്ങിച്ച ഹാൻഡിലാണ് ആ ഡിസൈൻ. ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ, പക്ഷേ ഇത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇനി നമുക്ക് ഈ ഹാൻഡിൽ
നമുക്ക് അപ്പുറത്ത് പോയിരിക്കുന്ന ബെഡ്റൂമിന് ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പം നമ്മൾ ഒരു സെറ്റ് ഹാൻഡിൽ വെച്ചിട്ട് 2 ഡോറ് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാം. 450 രൂപയുടെ ചിലവേ ഉള്ളൂ. നമുക്ക് ഇത് ഫിറ്റ് ചെയ്ത് നമുക്ക് നോക്കാം അതെങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന്. ഇപ്പുറത്തെ ബെഡ്റൂമിൻ്റെ ഈ ഹാൻഡിലാണ് കംപ്ലൈൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ടാണ് ഞാൻ അപ്പുറത്തുനിന്ന് ഞാൻ അഴിച്ചെടുത്ത ഹാൻഡിൽ ഞാൻ ഇവിടെ സെറ്റ് ചെയ്യാൻ പോണേ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ പ്ലേ ആവുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് ഈ നമ്മളെ 2 ഡോറും ക്ലിയർ ആയിട്ടുണ്ട്.